പ്രിയമുള്ളവരെ, ഉത്തർപ്രദേശിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ IIT ബാവ എന്ന പേരിൽ അറിയപ്പെടുന്ന അഭയ് സിംഗ് എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ്. IIT ബോംബെയിൽ നിന്നും എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷമാണ് ഇദ്ദേഹം സന്യാസിയായി കുംഭമേളയിൽ വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജനനം ഹരിയാനയിലെ ജിജ്ജാർ എന്ന സ്ഥലത്തായിരുന്നു. ഇദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത് DH ലോറൻസ് മെമ്മോറിയൽ സ്കൂളിലായിരുന്നു. 2005 10ാം ക്ലാസ്സിൽ ഇദ്ദേഹത്തിന് മാത്തമാറ്റിക്സിൽ 100ൽ 99 മാർക്കും സയൻസ് വിഷയങ്ങൾക്ക് 100ൽ 98 മാർക്കും ലഭിച്ചിരുന്നു. 12ാം ക്ലാസ്സിലും ഇദ്ദേഹത്തിന് 100ൽ 99 മാർക്കാണ് മാത്തമാറ്റിക്സിന് ലഭിച്ചത്. തുടർന്ന് IIT എൻട്രൻസ് എക്സാം എഴുതുകയും IIT ബോംബെയിൽ എയറോസ്പേസ് എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. അവിടെ വച്ചും ഇദ്ദേഹം പഠിക്കുന്നതിന് അതിബുദ്ധിമാനായിരുന്നു. മാത്രവുമല്ല, ഇദ്ദേഹം പറയുന്നത് ഇവിടെ വെച്ച് ഇദ്ദേഹം ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ, ഹരിയാനയിൽ നിന്ന് മാറി ബോംബെയിൽ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഇദ്ദേഹത്തിന് 2 പെൺ സുഹൃത്തുക്കൾ, ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്നാണ്. ഇതിലൊരു പെൺ സുഹൃത്തുമായി ഇദ്ദേഹത്തിന് 4 വർഷത്തോളം റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു സുഹൃത്തുമായി ഏതാനും മാസങ്ങൾ മാത്രമേ റിലേഷൻഷിപ്പ് ഉണ്ടായുള്ളൂ. എന്നാൽ ഇദ്ദേഹം വിവാഹം കഴിക്കാൻ തയ്യാറായില്ല. കാരണം ഇദ്ദേഹം പറയുന്നത് ഈ പെൺ സുഹൃത്തുമായി റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ തനിക്ക് ഓരോ ദിവസം കഴിയുന്തോറും ആ സുഹൃത്തിനോടുള്ള താല്പര്യം കുറഞ്ഞു വരുന്നു എന്നാണ്. ആയതിനാൽ തന്നെ ലൗകിക സുഖങ്ങളെല്ലാം ക്ഷണികമാണെന്നും വിവാഹമെന്ന നരകത്തിലേക്ക് പോകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഇദ്ദേഹം പറയുന്നു. മാത്രമല്ല, തൻ്റെ മാതാപിതാക്കളുടെ ജീവിതം കണ്ട ഇദ്ദേഹം പറയുന്നത് കുടുംബജീവിതം നരകതുല്യമാണ് എന്നാണ്. ഇദ്ദേഹം പഠിക്കാൻ ബുദ്ധിമാനായതുകൊണ്ട് തന്നെ IITയിലെ പഠനത്തിന് ശേഷം ഇദ്ദേഹത്തിന് ഉയർന്ന ജോലി കാനഡയിൽ ലഭിക്കുകയാണ്. വർഷം 36 ലക്ഷം രൂപ ശമ്പളത്തിലും എല്ലാവിധ താമസ സൗകര്യങ്ങളോടും കൂടി കമ്പനി നേരിട്ട് ഇദ്ദേഹത്തിന് കാനഡയിൽ ജോലി നൽകി. എന്നാൽ ഈ ഉന്നത ജോലി ചെയ്യുമ്പോഴും ഇദ്ദേഹത്തിന് ജോലിയിൽ താല്പര്യമില്ലായിരുന്നു. താൻ പഠിക്കുന്ന സമയത്ത് മുതൽ തത്വചിന്താപരമായ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു എന്നും സോക്രട്ടീസിൻ്റെ ചിന്തകളും അതോടൊപ്പം തന്നെ ഭാരതീയ തത്വചിന്തയുമെല്ലാം തന്നെ ആകർഷിച്ചിരുന്നു എന്നുമാണ് ഇദ്ദേഹം പറയുന്നത്. എങ്കിലും മാതാപിതാക്കളുടെ നിർബന്ധ നിമിത്തം മാത്രമാണ് താൻ ഈ ജോലിയിൽ പ്രവേശിച്ചതെന്നും ഇദ്ദേഹം പറയുന്നു. എന്നാൽ ജോലിയിൽ യാതൊരുവിധ താല്പര്യവുമില്ലാതിരുന്ന അഭയ് സിംഗ് ഇതിനുശേഷം ഇദ്ദേഹം ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ ആഗ്രഹിച്ചു. എന്നാൽ കൊറോണയും ലോക്ക്ഡൗണും മൂലം 2020-21 സമയത്ത് ഇദ്ദേഹം ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിച്ചെങ്കിലും നടന്നില്ല. പിന്നീട് ലോക്ക്ഡൗണും കൊറോണയെല്ലാം കുറഞ്ഞപ്പോൾ ഇദ്ദേഹം കാനഡയിൽ നിന്ന് തിരിച്ച് ഭാരതത്തിൽ വരികയാണ്. എന്നാൽ തങ്ങളുടെ മകൻ ജോലിയെല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു വരുന്നു എന്നും എന്നാൽ സന്യാസപാത തിരഞ്ഞെടുക്കാൻ പോകുന്നു എന്നെല്ലാം മനസ്സിലാക്കി മാതാപിതാക്കൾ ഇദ്ദേഹത്തിന് വിവാഹം ആലോചിക്കുകയാണ്. എന്നാൽ ഇതിൽ മനംതൊന്ത് അഭയ് സിംഗ് എന്ന IIT ബാവ വീട് വിട്ടിറങ്ങുകയാണ്. തുടർന്ന് ഇദ്ദേഹം സന്യാസം സ്വീകരിക്കുകയും ഇപ്പോൾ കുംഭമേളയിൽ സ്നാനത്തിന് വന്നതോടുകൂടി എല്ലാവരുടെയും ആകർഷക കേന്ദ്രമാവുകയും ചെയ്തു. IIT ബാവ എന്ന പേരിൽ അറിയപ്പെടുന്ന അഭയ് സിംഗ് തൻ്റെ സംഭാഷണം കൊണ്ടും വ്യത്യസ്ത ജീവിതശൈലി കൊണ്ടും ഉടനെ ചർച്ചകളിൽ വരികയുണ്ടായി. എന്നാൽ ഇപ്പോൾ വരുന്ന ചർച്ചകൾ ഇദ്ദേഹത്തെ അഗാഢകൾ അവിടെ നിന്നും പുറത്താക്കി എന്നാണ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ അഗാഢകൾ കുംഭമേളയിൽ നിന്ന് പുറത്താക്കാനുണ്ടായ കാരണം? 2 കാരണങ്ങളാണ് അഗാഢകൾ പറയുന്നത്. ഇദ്ദേഹം സന്യാസ പരമ്പരയെ അപമാനിക്കുന്ന വ്യക്തിയാണ്. ഒന്നാമതായിട്ട് അവർ പറയുന്ന കാര്യം, ഇദ്ദേഹം സ്വയം മഹാവിഷ്ണുവിൻ്റെ അവതാരം ആണ് എന്ന് പറയുന്നു. ഈ IIT ബാവ പറയുന്നത് തനിക്ക് ശിവഭഗവാന്റെ ദർശനമുണ്ടായി എന്നും താൻ കൽക്കി അവതാരമാണ് എന്നും ലോകത്തെ രക്ഷിക്കാനായി ജനിച്ചവനാണ് എന്നും ശിവഭഗവാൻ തന്നോട് പറഞ്ഞു എന്നാണ് IIT ബാവ അവകാശപ്പെടുന്നത്. രണ്ടാമതായി ഇദ്ദേഹം മാതാപിതാക്കളെയും ഗുരുവിനെയും അപമാനിച്ചു എന്നും അഗാഢകൾ പറയുന്നു. IIT ബാവയുടെ അഭിപ്രായ പ്രകാരം മാതാവും പിതാവുമെല്ലാം പിശാചുക്കൾ
പോലെയാണ്. മാതാപിതാ ഗുരു ദൈവമെന്നും മാതാവും പിതാവും ഗുരുവുമെല്ലാം ദൈവസമാനമാണ് എന്നുമുള്ള ചിന്താഗതി തെറ്റാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. തൻ്റെ മാതാപിതാക്കളുടെ ജീവിതം പൈശാചിക തുല്യമാണ് എന്നും മാത്രവുമല്ല മാതാപിതാക്കൾക്കും ഗുരുവിനും ഈശ്വരൻ്റെ സ്ഥാനമൊന്നും നൽകേണ്ടതിൻ്റെ ആവശ്യമില്ല എന്നും ഇദ്ദേഹം പറയുന്നു. അവരുടെയും തൻ്റെയും ഗുരു ഭഗവാൻ ഒന്ന് തന്നെയാണ്. ആയതിനാൽ അവർ ഈശ്വര സ്ഥാനത്ത് പ്രതിഷ്ഠിക്കേണ്ടതില്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അവകാശവാദം. മാത്രവുമല്ല താൻ കഞ്ചാവും ചരസുമെല്ലാം ഉപയോഗിക്കുന്നതാണ് എന്നും സന്യാസിമാർ ഇതൊന്നും ഉപയോഗിക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നും ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ അതീന്ദ്രിയ ജ്ഞാനവും ആത്മനിർവൃത്തിയും കിട്ടുന്നു എന്നുമെല്ലാമാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ആയതിനാൽ തന്നെ ഇദ്ദേഹത്തെ സന്യാസ ഗാഢകൾ അവരുടെ ആശ്രമങ്ങളിൽ നിന്ന് പുറത്താക്കി. എന്നാൽ താൻ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുമെന്നും താൻ ആരുടെയും അടിമയല്ലെന്നും മറ്റുള്ളവരെ മാത്രം ശ്രവിച്ച് മതം, സമൂഹം, കുടുംബം എല്ലാം അവരുടെ അഭിപ്രായങ്ങൾ ശ്രവിച്ച് നാം ജീവിക്കുകയാണെങ്കിൽ നാം അടിമത്വത്തിലേക്കാണ് നീങ്ങുന്നത് എന്നും നാം സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോഴാണ് ആത്മനിർവൃതി എന്നും ഇദ്ദേഹം പറയുന്നു. ജോലി എന്തിനു ഉപേക്ഷിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നത് പണം ലക്ഷ്മിയാണ് എന്നും പക്ഷേ ലക്ഷ്മിയുടെ മൂല്യത്തിലല്ല ഉപയോഗത്തിലാണ് പ്രാധാന്യമെന്നും ഇദ്ദേഹം പറയുന്നു. അതായത് ഒരു 5 രൂപ അംബാനിക്ക് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമൊന്നും ലഭിക്കില്ല. എന്നാൽ അതിദരിദ്രനായ ഒരാൾക്ക് 5 രൂപ കൊടുക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് ഉപകാരപ്പെടും, അദ്ദേഹത്തിന് ഒരു നേരത്തെ ഭക്ഷണം കിട്ടും, അത് അദ്ദേഹത്തിന് സന്തോഷം നൽകും. ലക്ഷ്മി ഐശ്വര്യമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ അന്നുള്ള ആഹാരത്തിനുള്ള വക നൽകുമ്പോൾ മാത്രമേ ആ ലക്ഷ്മി കൊണ്ട് പ്രയോജനമുള്ളൂ എന്നും ആയതിനാൽ വലിയ ജോലിയും ഉയർന്ന ശമ്പളവും കിട്ടിയാലും അത് മനുഷ്യന് യാതൊരുവിധ സന്തോഷവും ആനന്ദവും നൽകുന്നില്ല എന്നും ഇദ്ദേഹം പറയുന്നു. യഥാർത്ഥ ആനന്ദവും യഥാർത്ഥ ആത്മീയതയും തേടിയുള്ള യാത്രയിലാണ് ഞാനെന്നും താൻ സ്വയം വിഷ്ണുവിൻ്റെ അവതാരമാണെന്നും ഇദ്ദേഹം അവകാശപ്പെടുന്നു. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.